ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറുമ്പിയാടിൻ്റെ വിശേഷമാണ് പറയാൻ പോകുന്നത് കേട്ടോ. കുറുമ്പിയാട് എന്ന് വെച്ചാൽ നമ്മളിതാ ഈ കാണുന്നതാണ് കുറുമ്പിയാട് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളൊക്കെ പൂട്ടാറാവുന്ന സമയത്താണ് കേട്ടോ ഇത് വരാറ്. അതായത് ഈ ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ഇവർ നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരാറ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പാടമായത് കാരണം നമുക്കിപ്പോൾ എപ്പോഴും ഇവരെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ അല്ല, ഈ സമയത്തൊക്കെ ഈ സീസൺ സമയത്ത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഇവർ വരാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഈ പാടത്തൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് അവരിതാ മേയും കേട്ടോ. അപ്പോൾ പാറും തക്കടും അവരെ ആദ്യമായിട്ട് ഇങ്ങനെ പാറു കാണുന്നത് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാടത്ത് ഇവർ ഇപ്പോൾ വിളകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആ പാടത്തുള്ള പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ. പിന്നെ അതുകൂടാതെ തന്നെ ഈ പാടത്തിൻ്റെ ഉടമ ഇവർക്ക് 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാടം വിട്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ ഈ ആടിൻ്റെ ഉടമയ്ക്ക് ഇവർ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ദിവസമൊക്കെ ഈ ആടുകളെ അവിടെ തന്നെ കെട്ടി പിന്നെ അടുത്ത പാടത്തേക്ക് അങ്ങനെ 2 ദിവസം വെച്ചിട്ട് അവരെ കൂടൊക്കെ കെട്ടി അവിടെ താമസിപ്പിക്കുക. എന്നിട്ട് ഇവർ രാവിലെയൊക്കെ മേയാൻ പോകും. പിന്നെ വൈകുന്നേരത്തെ അവർ അവിടെയാണ് ഈ പാടത്ത് കൂടൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് കേട്ടോ താമസിക്കുക. പാറു അടുത്ത് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ പാടത്ത് അവർ താമസിച്ചിട്ട് വളവും അതിൻ്റെ വളമൊക്കെ ഈ പാടത്ത് വീഴുമല്ലോ. അപ്പോൾ ഈ പാടത്ത് അടുത്ത വിളയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വളം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പാടത്ത് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ പാടത്തിൻ്റെ ഉടമ. അപ്പോൾ അവർക്ക് അടുത്ത കൃഷി ഇറക്കുമ്പോൾ നല്ല വളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 10, 200, 250, 300 ആടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അവർക്ക് ഒരു 2 ഡേയ്സൊക്കെ അവർ സ്റ്റേ ചെയ്യുമ്പോൾ നല്ലപോലെ പാടത്ത് വളം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഉടമകൾക്ക് കാശ് കൊടുത്തിട്ട് അവരെ ഈ പാടത്ത് തന്നെ താമസിപ്പിക്കുന്നത് കേട്ടോ രാത്രിയൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലും അവർ കൂട് കെട്ടാൻ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തൊട്ട് പുറകിലെ പാടത്താണ് കൂട് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ അത് മേഞ്ഞ് കഴിഞ്ഞ് അവർ ഒരാൾ പോയാൽ ലൈനായിട്ട് പുറകിൽ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവരിതാ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും മേഞ്ഞിട്ട് തൊട്ടടുത്ത പാടത്താണ് അവരിപ്പോൾ കൂട് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അത്. അപ്പോൾ അതിന് നമ്മുടെ ഈ ചെമ്മരിയാടിൻ്റെയൊക്കെ ദേഹത്തെ ആ രോമങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ദേഹത്ത് രോമമൊന്നും കാണാത്തത്. പിന്നെ കോലാടും ഉണ്ട് കേട്ടോ ഇവരുടെ കൂടെ തന്നെ. അതുകൂടാതെ തന്നെ ഒരു 10 നായ്ക്കളോളം ഉണ്ട് കേട്ടോ ഇവർ കൂടെ. അത് ഇവരെ ആടുകളെ പുറമേ ഉള്ള നായ്ക്കൾ വന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് എന്താ പറയുക കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ നായ്ക്കളെ വളർത്തുന്നത്. അപ്പോൾ ഈ നായ്ക്കളുള്ള കാരണം വേറെ ആരും ഇവരെ ഉപദ്രവിക്കാൻ വരില്ല. അപ്പോൾ ഇവരെ കൂടെ തന്നെ കൂട് കെട്ടി ഇവരെ കൂടെ തന്നെയാണ് കേട്ടോ ഇവരെ ഉടമകൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ ഒരു 10, 250 ആടുകളോളം ഉണ്ട് കണ്ടോ. ലൈനായിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട. ഒരാൾ പോയപ്പോൾ അതിൻ്റെ പുറകിലോ ഇങ്ങനെ പോകുന്നുണ്ടോ. അവർ താമസം ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ പട്ടിയിടുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമ്പിയാട്. ചെമ്മരിയാടിനെയാണ് കേട്ടോ ഞങ്ങൾ കുറുമ്പിയാടെന്ന് പറയാറ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ ആടുകളെ കാണുമ്പോൾ അയ്യോ കുറുമ്പിയാട് വന്നേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാൻ വേണ്ടി ഓടി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ ഷീപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് ഇങ്ങനെ പറയാൻ കിട്ടില്ല എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.